സ്കൂളിൽ ജോലിക്ക് കയറിയ സമയത്ത് പ്രിൻസിപ്പൾ പോകാത്ത മീറ്റിങ്ങിനൊക്കെ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് മീറ്റിങ്ങിന് വിടുമായിരുന്നു. അങ്ങനെ ഞാൻ വയനാട് ജില്ലയിലെ ഒരു CBSE സ്കൂളിൽ മീറ്റിങ്ങിന് പോയി. പ്രിൻസിപ്പൽമാരുടെ മീറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാ സ്കൂളിലെയും പ്രിൻസിപ്പൽമാർ വണ്ടിയിലാണ് വന്നത്, സ്വന്തം വണ്ടിയിൽ, സ്കൂൾ വണ്ടിയിലും. ഞാൻ ലൈൻ ബസ്സിനാണ് പോയത്. അപ്പോൾ ഞാൻ അവിടെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രെയിനിങ് സെഷനൊക്കെ ഉണ്ടായിരുന്നു. പുൽപ്പള്ളി സെൻറ് മേരീസിലെ ഒരു സിസ്റ്ററുമായിട്ട് പരിചയപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ നല്ല കൂട്ടായി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പ്രിൻസിപ്പളിൻ്റെ വണ്ടിയിലാണ് വന്നത്, തിരിച്ചു പോകുമ്പോൾ സാറ് കൂടെ വന്നോളൂ, നമുക്കൊന്നിച്ച് പോകാം. അതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റർ പറഞ്ഞു, ഞാനൊന്ന് അവരോടും കൂടെ ഒന്ന് പെർമിഷൻ ചോദിച്ചു നോക്കട്ടെ, വണ്ടി അവരുടെ അല്ലേ എന്ന്. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞു, ഞങ്ങൾ പുറത്തിറങ്ങി. ഞാൻ പ്രതീക്ഷിച്ചു ആ വണ്ടിയിൽ എനിക്ക് പോകാമെന്ന്. പക്ഷെ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ പുൽപ്പള്ളി സെൻറ് മേരീസിലെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സാറേ വണ്ടിയിൽ ആളൊക്കെ ഫുള്ളാണ്, അവർക്കെന്തോ ചെറിയ പ്രയാസം ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ആ സിസ്റ്ററുടെ മോഭാവം കണ്ടപ്പോൾ മനസ്സിലായി, സിസ്റ്റർക്ക് എനിക്ക് ലിഫ്റ്റ് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സിസ്റ്റർ വന്നത് മറ്റൊരു പ്രിൻസിപ്പളിൻ്റെ വണ്ടിയിലാണ്. ആ പ്രിൻസിപ്പളിനാണെങ്കിൽ ഈ പ്രിൻസിപ്പൽ സ്റ്റേജിലല്ലാത്ത ഒരു അധ്യാപകനായ എന്നെ ആ വണ്ടിയിൽ ലിഫ്റ്റ് തരാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ആ സിസ്റ്റർ ഒത്തിരി പ്രയാസത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നതും ഞാൻ കണ്ടു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയി. ഞാൻ പതുക്കെ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു, ലൈൻ ബസ് കയറി ഞാൻ എൻ്റെ സ്കൂളിലേക്കും പോയി. പക്ഷെ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, അടുത്ത മീറ്റിങ്ങിലേക്ക് അടുത്ത വർഷം പോകുമ്പോൾ ഒരു കാറുമായിട്ട് പോകണമെന്ന്. അങ്ങനെ പൈസ കൂട്ടി വെച്ച് ഞാൻ ആദ്യം വാങ്ങിയതാണ് ഒരു മാരുതി 800 കാറ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വാശി നല്ലതാണോ? ഇത്തരം ചില ആരോഗ്യപരമായ വളർച്ചയ്ക്ക് ഉതകുന്ന വാശികൾ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ബി ഹാപ്പി.